വിശ്വാസത്തിൻ്റെ അതുല്യ ശക്തിയെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. വിശ്വാസപൂർവ്വം യേശുവിനെ സമീപിച്ചവരെല്ലാം അവിടുത്തെ വിസ്മയനീയമായ സൗഖ്യദായക ശക്തി അനുഭവിച്ചറിഞ്ഞ് അനുഗ്രഹം പ്രാപിച്ചതായി നാം കാണുന്നു. നോമ്പിൻ്റെ 2ാമത്തെ ഞായറാഴ്ച നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച കുഷ്ഠരോഗിയെ യേശു തൽക്ഷണം തൊട്ടു സുഖപ്പെടുത്തിയ സംഭവം നാം ധ്യാനിച്ചു. യേശു ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയ സംഭവം മറ്റൊരു ഉദാഹരണമാണ്. തൻ്റെ ഭൃത്യൻ്റെ രോഗത്തെക്കുറിച്ച് യേശുവിനോട് ശതാധിപൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. മത്തായി 8:5-12 വരെയുള്ള വാക്യങ്ങൾ. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടു. അവളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നോക്കുക. അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. യേശു തിരിഞ്ഞവളെ നോക്കി അരുളി ചെയ്തു, മകളെ, ധൈര്യമായിരിക്കുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. മത്തായി 9:20-22 വരെയുള്ള വാക്യങ്ങൾ. കുഷ്ഠരോഗി, ശതാധിപൻ, രക്തസ്രാവക്കാരി, ഈ 3 പേരുടെയും വിശ്വാസത്തിൻ്റെ ശക്തിയും അതുവഴി അവർക്ക് ലഭിച്ച അനുഗ്രഹവും ശ്രദ്ധിക്കുക. ഈ സംഭവങ്ങൾ നിരന്തരം ധ്യാനിച്ച് നമുക്കും വിശ്വാസത്തിൽ ശക്തി ആർജിച്ചു വളരുകയും ദൈവമഹത്വവും അവിടുത്തെ അതുല്യ ശക്തിയും അനുഭവിച്ചറിയുകയും ചെയ്യാം. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും ശാരീരികമോ മാനസികമോ ആയ ക്ലേശങ്ങൾ അനുഭവപ്പെടുമ്പോഴും കർത്താവേ, എന്നെ ശക്തിപ്പെടുത്തണമേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ സമീപിച്ചാൽ ഉറപ്പായും കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവേ, കുഷ്ഠരോഗിയെയും ശതാധിപനെയും രക്തസ്രാവക്കാരിയെയും പോലെ എന്നെയും വിശ്വാസത്തിൽ ഉറപ്പിച്ച് ജീവിത സാഹചര്യങ്ങളെ വിശ്വാസത്താൽ നേരിടാൻ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ തൃപാദത്തിലിരുന്ന് ധ്യാനിക്കുക. സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.